വീണ്ടും ഇതുപോലെ തന്നെ പ്രാർത്ഥന തുടർന്നു. കൃപാസന പത്രം ഇതുപോലെ തന്നെ ഞാൻ ദൂര സ്ഥലങ്ങളിൽ വരെ ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒന്നും പ്രാർത്ഥിച്ചിട്ടല്ല കൊടുത്ത്, പിന്നെ എനിക്കത് വീണ്ടും മനസ്സിലായി, പ്രാർത്ഥിച്ച് കൊടുക്കാൻ തുടങ്ങി. പതുക്കെ എൻ്റെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങി. പതുക്കെ സന്തോഷമുണ്ടായി തുടങ്ങി, വീട്ടിലൊരു സമാധാനം വന്നു തുടങ്ങി, എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം ഉണ്ടായി. ഞാൻ 18 വയസ്സ് മുതൽ മദ്യം കഴിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്ത ആളാണ്. ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്നേ വരെ ഞാൻ മദ്യം കഴിച്ചിട്ടില്ല, സിഗരറ്റ് വലിച്ചിട്ടില്ല. അത് വലിയൊരു അനുഗ്രഹമാണ്, അത് ചെറുതല്ല. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ട് എന്നെക്കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണ് മാതാവ് എനിക്ക് നിസ്സാര സമയം കൊണ്ട് സാധിച്ചു തന്നത്. രണ്ടാമത്തെ കാര്യം, സമാധാനമുള്ളൊരു ജോലി ഞാൻ ആഗ്രഹിച്ചിരുന്നു. വലിയ ശമ്പളമൊന്നും ഇല്ലെങ്കിലും സമാധാനവും സ്വസ്ഥതയുമുള്ള ഒരു നല്ല ജോലി. ഞാൻ ഡ്രൈവറാണ്, വണ്ടി എൻ്റെ വീട്ടിലിട്ടാൽ മതി, അവർ വിളിക്കുമ്പോൾ പോയാൽ മതി, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, ഒരു പ്രശ്നമില്ലാതെ ഒരു ജോലി മാതാവ് എനിക്ക് നൽകി അനുഗ്രഹിച്ചു. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. എൻ്റെ വീട്ടിലുണ്ടായ സന്തോഷവും സമാധാനവും നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കണം. ഇവിടെ വന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരാൾ പോലും ഒരു അനുഗ്രഹം ലഭിക്കാതെ ഇവിടുന്ന് മടങ്ങിപ്പോവില്ല. ഞാൻ ഉത്തമ ബോധ്യത്തോടെ പറയുന്നു.